വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള സിക്കിമിനെ കുറിച്ചാണ്. അപ്പൊ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ ഫാക്സിലും ഹിസ്റ്ററിയിലും പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെയാണ് നമ്മളിവിടെ സംസ്ഥാനങ്ങൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ കുറെ അധികം നിങ്ങൾക്ക് പഠിച്ച് തീരാത്ത പോലെ തോന്നും. അപ്പോൾ എന്താ പറയാ, ഫാക്സുകൾ പറഞ്ഞപ്പോഴും ഹിസ്റ്ററി പറഞ്ഞപ്പോഴും ഒന്നും ഉൾപ്പെടുത്താത്ത കുറേയധികം പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സിക്കിം എന്ന് പറയുന്നത്. സിക്കിം എന്ന സംസ്ഥാനം മാത്രമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റിന്റെ ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ സിക്കിമിനെ കുറിച്ചാ പറയണേ. സിക്കിം 1975 മെയ് 16-ന് 36ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായിട്ട് നിലവിൽ വന്നു. 1975 മെയ് 16-ന് 36ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായിട്ട് നിലവിൽ വന്നതാണ് സിക്കിം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനവും സിക്കിം തന്നെയാണ്. ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനവും സിക്കിം തന്നെയാണ്. ഹൈക്കോടതി, അതുപോലെ തന്നെ സിക്കിമിന്റെ തലസ്ഥാനം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമാണുള്ളത് ഗാംഗ്ടോക്ക് ആണ്. അപ്പൊ ഗാംഗ്ടോക്ക് ആണ് സിക്കിമിന്റെ തലസ്ഥാനം. ഗാംഗ്ടോക്കിൽ തന്നെയാണ് സിക്കിമിന്റെ ഹൈക്കോടതിയും സ്ഥിതി ചെയ്യുന്നത്. നോബിൾ ഓർക്കിഡ് ആണ് സിക്കിമിന്റെ സംസ്ഥാന പുഷ്പം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫ്ലവർ ഏതാണ്? നോബിൾ ഓർക്കിഡ് ആണ്. ബ്ലഡ് ഫെസന്റ് എന്ന് പറയുന്നത് സിക്കിമിന്റെ സംസ്ഥാന പക്ഷിയാണ്. ബ്ലഡ് ഫെസന്റ്. ചുവന്ന പാണ്ടയാണ് സിക്കിമിന്റെ സംസ്ഥാന മൃഗമായിട്ട് അറിയപ്പെടുന്നത്. ഈ സിക്കിമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു സംഭവമാണ് കാഞ്ചൻജംഗ അല്ലെ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്കിമിലെ കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയും ഏതന്നെയാണ്? കാഞ്ചൻജംഗ തന്നെയാണ്. ചൂട് അത് എന്താ പറയുന്നത്, ഗാർഡിയൻ ഡൈറ്റി ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നതും ഈ കാഞ്ചൻജംഗയാണ്. ഗാർഡിയൻ ഡൈറ്റി ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നതും കാഞ്ചൻജംഗയാണ്. ഇനി ഇതുപോലെ തന്നെ കാഞ്ചൻജംഗയെ കുറിച്ച് പഠിക്കാൻ കാഞ്ചൻജംഗ നാഷണൽ പാർക്കും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്കും സിക്കിമിലാണ്. 2016 ജൂലൈ 17-ന് ഇസ്താംബൂളില് ഒരു യുനെസ്കോന്റെ ലോക പൈതൃക കമ്മിറ്റി നടക്കുകയുണ്ടായി. അതിലെ സിക്കിമിലെ കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനത്തെ മിക്സഡ് ക്രൈറ്റീരിയ ഇനത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അതും കൂടെ ഓർത്തു വെക്കുക. 2016 ഇസ്താംബൂളിൽ നടന്ന യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയിൽ കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനത്തെ മിക്സഡ് ക്രൈറ്റീരിയ ഇനത്തില് യുനെസ്കോ ഉൾപ്പെടുത്തുക കൂടെ ചെയ്യേണ്ടായെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതേപോലെ സിക്കിമിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിടുത്തെ ടീസ്റ്റ എന്ന് പറയുന്ന നദി. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് റിവർ എന്നറിയപ്പെടുന്നത് ടീസ്റ്റയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതന്നെയാണ് നമ്മൾ പറയാ? ടീസ്റ്റ തന്നെയാണ് നമ്മൾ പറയാം. അപ്പൊ അത്രയും ഓർത്തു വയ്ക്കാം. അതുപോലെ സിക്കിമില് വളരെ പ്രധാനപ്പെട്ട 2-3 ഭാഷകളുണ്ട്. ഒന്ന് നേപ്പാളിയാണ്, അടുത്ത ബൂട്ടിയയാണ്, അടുത്ത ലെപ്ചയാണ്. ലെപ്ച വളരെ പ്രധാനമാണ്. ലെപ്ച, നേപ്പാളി, ബൂട്ടിയ. ലെപ്ച, നേപ്പാളി, ബൂട്ടിയ, ഇത് മൂന്നും സിക്കിമിലെ ഭാഷകളാണ് എന്നും കൂടി ഓർത്തു വയ്ക്കാം. സിക്കിമിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി. എന്താണ്? റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി. നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഓർക്കിഡ് സിക്കിമിലാണ്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഓർക്കിഡും സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സിക്കിമിന്റെ ഒരു പ്രത്യേകതയാണ്, മരത്തെ ബന്ധുവാക്കാൻ നിയമം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സിക്കിമാണ്. മരത്തെ ബന്ധുവാക്കാൻ നിയമം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. അതുപോലെ തന്നെ വെളിയിട മലമൂത്ര വിസർജന മുക്തി നേടിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം കൂടിയാണ് സിക്കിം കേട്ടോ. അതായത് വെളിയിലെ മലമൂത്ര വിസർജനം നടത്തുന്നതിൽ നിന്നും മുക്തി നേടിയ, അത് അങ്ങനെ നടത്താത്ത ഇന്ത്യയിലെ എന്താ പറയാ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ഇത് സിക്കിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് സിൽക്ക് റൂട്ട് അഥവാ നാഥുല ചുരം അല്ലെ. സിക്കിമിലാണ്. അത് ഇന്ത്യയിലെ ഇന്ത്യയെയും ടിബറ്റിലെ ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയെയും ടിബറ്റിലെ ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? നാഥുല ചുരം എന്ന് ഓർത്തുവെക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM സംവിധാനം ഉള്ളതും ഈ നാഥുലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM സംവിധാനം ഉള്ളത് ആ നാഥുലയിലെ തെഗു എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഓർത്തുവെക്കുക കേട്ടോ. അതുപോലെ തന്നെ സിക്കിമിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മൊണാസ്ട്രി ഉണ്ട്. അതിന്റെ പേര് റൂംടെക് മൊണാസ്ട്രി എന്നാണ്. എന്താണ്? റൂംടെക്
മൊണാസ്ട്രി എന്നാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ചൂട് നീരുറവ കാണപ്പെടുന്ന സിക്കിമിലെ യൂതാങ് വാലി, അതും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. യൂതാങ് വാലി അവിടെ എന്ത് കാണപ്പെടുന്നു? ചൂട് നീരുറവ കാണപ്പെടുന്നു എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഇനി അടുത്തത് തെമി ടീ ഗാർഡൻ. തെമി ടീ ഗാർഡൻ എവിടെ കാണപ്പെടുന്നു? സിക്കിമിലാണ് കാണപ്പെടുന്നത്. അപ്പൊ സിക്കിമിൽ കാണപ്പെടുന്ന ഒരു ടീ ഗാർഡന്റെ പേരാണ് തെമി ടീ ഗാർഡൻ ട്ടോ. ഇനി ഗോത്രപരമായിട്ടുള്ള നേപ്പാളികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് നേപ്പാള്. അതുപോലെ ഹിതപരിശോധനയുടെ ഫലമായിട്ട് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതന്നെയാ പറയാം? സിക്കിം തന്നെയാണ് നമ്മള് പറയാം കേട്ടോ. ഇനി സിക്കിമിൽ വളരെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഒക്കെ തന്നെ എവിടെയാണ്? സിക്കിമിലാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമാണ് നമ്മൾ പറയാ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സിക്കിമാണ്. അതുപോലെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. സംരക്ഷിത സ്ഥാനം എന്ന പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണിത് കേട്ടോ. സംരക്ഷിത സ്ഥാനം എന്ന പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇനി നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ 100% ശുചിത്വം കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ 100% ശുചിത്വം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനവും സിക്കിം തന്നെയാണ്. 36ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ തുടക്കം പറഞ്ഞു, 22ാമത്തെ സംസ്ഥാനമായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? സിക്കിം. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ 12% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം വളരെ പ്രധാനമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ 12% സംവരണം ഏർപ്പെടുത്തി. അതുപോലെ സിക്കിമില് ആദ്യമായിട്ട് ഒരു എയർപോർട്ട് വന്നത് പാക്യോങ്. എവിടെയാണ്? പാക്യോങ്ങിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ 100ാമത്തെ എയർപോർട്ടും സിക്കിമിലെ പാക്യോങ് ആണ്. അപ്പൊ സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ടും ഇന്ത്യയിലെ 100ാമത്തെ എയർപോർട്ടും ഏതാണ്? പാക്യോങ് ആണ് എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള, വളരെ ചെറിയൊരു സംസ്ഥാനമായിട്ടുള്ള സിക്കിമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കേട്ടോ. അടുത്ത ദിവസം ഇതുപോലെ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.